നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇരട്ട വോട്ടുകൾ ഉടൻ നീക്കണം. പാലക്കാട് കളക്ട്രേറ്റ് മാർച്ച് ഇന്ന്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി ഇന്ന് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും. രാവിലെ 10 മണിക്കാണ് മാർച്ച്. 2700ഓളം ഇരട്ട വോട്ടുകൾ പാലക്കാടുണ്ടെന്നും ഇവ നീക്കം ചെയ്യണമെന്നുമാണ് CPM നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസനടക്കമുള്ളവരുടെ വോട്ട് ചൂണ്ടിക്കാട്ടിയാണ് ബഹുജന പ്രക്ഷോഭം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ഇടതുമുന്നണി ആവശ്യപ്പെടുന്നു. വ്യാജ വോട്ടുകൾ ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJPയും UDFും ശ്രമിക്കുന്നുവെന്നാണ് LDF ആരോപണം. കൊല്ലത്ത് ചെരുപ്പ് ഗോഡൌണിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നാശനഷ്ടം. കൊല്ലം കുന്നിക്കോട് കുറ്റിക്കോണത്ത് ചെരുപ്പ് ഗോഡൌണിൽ തീപിടുത്തം, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. മന്ന ഏജൻസിയുടെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. KSRTC ബസിന്റെ പിൻഭാഗത്തെ മുഴുവൻ ടയറും ഊരിത്തെറിച്ചു. അപകടം കാർ പിറകിൽ തട്ടിയതോടെ. KSRTC ബസിന്റെ പിൻഭാഗത്തെ ടയറും ആക്സിലും പൂർണ്ണമായും ഊരിത്തെറിച്ചു. കൊട്ടാരക്കര പുലമൺ കോട്ടപ്പുറത്താണ് സംഭവം നടന്നത്. കൊട്ടാരക്കരയിൽ നിന്നും പുനലൂരിലേക്ക് പോവുകയായിരുന്ന കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സിലാണ് സംഭവം നടന്നത്. ബസിന്റെ പിൻഭാഗത്ത് കാർ ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കാർ ബസിന്റെ പിന്നിൽ ഇടിച്ചതോടെ ബസിന്റെ ആക്സിൽ പൂർണ്ണമായും ഊരിപ്പോവുകയായിരുന്നു. സംഭവത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആർക്കും പരിക്കുപറ്റിയതായി റിപ്പോർട്ടുകളില്ല. കാർ ഓടിച്ചിരുന്ന വ്യക്തിയെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് സ്കൂൾ കെട്ടിടം തകർന്നു വീണു. വൻ ദുരന്തം ഒഴിവായി. തിരുവനന്തപുരം കാട്ടാക്കട പൂഴനാട് UP സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കെട്ടിടം കാലപ്പഴക്കം ചെന്ന് ജീർണാവസ്ഥയിലായിരുന്നു. സ്കൂൾ സമയമല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സ്കൂൾ കെട്ടിടം തകർന്നു വീണത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് പ്രദേശത്ത് പെയ്തത്. മഴ ശക്തമായതോടെ ജീർണാവസ്ഥയിലായിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയായിരുന്നു. പാലത്തിന്റെ കൈവരിയിൽ ബൈക്കിടിച്ചു കയറി അപകടം, യുവതിയും യുവാവും മരിച്ചു. വാഹനാപകടത്തിൽ യുവതിയും യുവാവും മരിച്ചു. തൃപ്പൂണിത്തുറ മാത്തൂർ പാലത്തിന് മുകളിൽ വെച്ച് ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. വയനാട് മേപ്പാടി കടൂർ സ്വദേശികളായ നിവേദിത, കൊല്ലം വെളിച്ചിക്കാല സ്വദേശി സുബിൻ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച ബൈക്ക് പാലത്തിന്റെ കൈവരിയിലിടിച്ചാണ് അപകടമുണ്ടായത്. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും.